അഭിന്യൂസ് വണ്ടർ വേൾഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന കിയ കാർണിവൽ എന്ന് പറഞ്ഞ വണ്ടിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എക്സ്റ്റീരിയറിനെ പറ്റി നമുക്ക് തുടങ്ങാം. എക്സ്റ്റീരിയർ ഒരു നല്ല ലുക്കാണ് വണ്ടി ലഭിച്ചിരിക്കുന്നത്. പ്രീമിയം MPV ഫ്രം കിയ മോട്ടോഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രീമിയമാണ്. ദെൻ മാസീവ് റോഡ് പ്രസൻസ് താങ്ക്സ് ടു ലാർജ് ഡിമിനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് വണ്ടിയിൽ. സ്റ്റൈലിഷ് ആൻഡ് അട്രാക്റ്റീവ് ഡിസൈൻ ആണ് വണ്ടിയിൽ എക്സ്റ്റീരിയറിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയാം നമുക്ക്. കളർ സ്റ്റീൽ സിൽവർ ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ സിൽവർ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. ടൈഗർ നോസ് ഗ്രിൽ വിത്ത് സ്റ്റെയിൻ ക്രോം സറൗണ്ടഡ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ LED പ്രോജക്റ്റ് ഹെഡ് ലാംപ്സ് വിത്ത് LED DRLs ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. LED ഐസ് ക്യൂബ് ഫോഗ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് വണ്ടിയിൽ. LED ഐസ് ക്യൂബ് ഫോഗ് ലാംപ്സ് ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. ക്രോം ഫ്രണ്ട് ഗ്രാനിഷ് ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലാംപ്സ്. പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വണ്ടി ലഭിക്കുന്നുണ്ട്. നമുക്ക് വണ്ടിയിൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കിട്ടും. സിൽവർ ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല. ദെൻ ORVM വിത്ത് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. ORVM വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. ക്രോം വിൻഡോ ലൈൻ ഗ്രാനിഷ് ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. 18 inches ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. ടയറിൻ്റെ 18 ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വണ്ടിയിൽ ലഭിക്കുന്നത്. ദെൻ 235 60 R18 MRF ടയേഴ്സ് ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റഡ് ടൈപ്പ് സിൽവർ റൂഫ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഷാർക്ക് ഫിൻ ആൻറ്റീന കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. നല്ല ആൻറ്റീനയാണ്, എനിക്കിഷ്ടമായി. റിയർ സ്പോയിലർ വിത്ത് HMSL1 ഇതാണ് കൊടുത്തിരിക്കുന്നത്. റിയർ സ്പോയിലർ ആണ് കൊടുത്തിരിക്കുന്നത്. റിയർ വൈപ്പർ വിത്ത് ഡീഫോഗർ ആണ് കൊടുത്തിരിക്കുന്ന വണ്ടിയിൽ. സ്പിൽറ്റ് LED ടെയിൽ ലാംപ്സ് ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ക്രോം റിയർ ഗ്രാനിഷ് ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. റിയർ ബമ്പർ വിത്ത് റിഫ്ലക്ടേഴ്സ് വണ്ടി കൊടുത്തിട്ടുണ്ട്. 4 റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് വണ്ടിയിൽ. 4 റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ആണ് 4 റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നത്. 2.2 ലിറ്റർ 4 സിലിണ്ടർ BS6 ഡീസൽ എൻജിൻ ഡീസൽ വേർഷൻ കിയ കാണിവൽ പറയുന്നത്. കീലെസ് എൻട്രി ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. കീലെസ് എൻട്രി എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പ്രശ്നമാണ് വണ്ടി ഓർക്കും. ഇൻറ്റീരിയർ ഒരു സ്പോർട്സ് ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൻട്രൽ കൺസോളാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. 4 അല്ല 8 ആണ് കൊടുത്തത്. ആപ്പിൾ കാർപ്ലേ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. സോ അത്ര ഫീച്ചേഴ്സ് നമുക്ക് തരും. പിന്നെ AC 3 ടോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. 3 ടോൺ ആയിട്ടാണ് ക്ലൈമറ്റ് കൺട്രോൾ. ബാക്ക് സൈഡ് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യുന്നു. പ്രീമിയം ലുക്കിംഗ് കൺട്രോൾ LED കോപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ACയുടെ കൺട്രോളാണ്. 12 വാട്ട് പവർ ഔട്ട്ലെറ്റ് ആൻഡ് USB പോർട്ടാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. കിയ കാർണിവലിൽ റബ്ബറൈസ്ഡ് ഗ്രിപ്പ് ഫോർ സ്മാർട്ട് ഫോൺ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന കിയ. പിന്നെ ഡ്യുവൽ ഫ്രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ആണ് വണ്ടി കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. മോർ സ്റ്റോറേജ് സ്പേസ് കിട്ടും. അതൊരു നല്ലൊരു ഇതാണ്, ഫീച്ചറാണ്. പിന്നെ ഫ്രണ്ട് സീറ്റ്സ് വിത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സീറ്റ് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ബിച്ച് ഫാബ്രിക് സീറ്റ്സ് ആപ്പ് ഓൾ സ്റ്റെറി ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് നമുക്ക് മാനുവലി ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട് ആർമസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആർമസ്റ്റിനകത്ത് കുറച്ച് സ്റ്റോറേജ് സ്പേസ്, ഒരു USB
വോൾട്ട് USB പോർട്ട് ചാർജിങ് സോക്കറ്റും 12 വാട്ട് ചാർജിങ് സോക്കറ്റും അതിൻ്റെ താമറസ്റ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പോയി ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ആൻഡ് മോഡിലാണ്. അനലോഗ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വിത്ത് 3.5 മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. കിയ മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് വീലാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. പെഡൽ ടൈപ്പ് പാർക്കിംഗ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൺറൂഫ് ബൂട്ട് ലിഡ് ആൻഡ് റിയർ ഡോർസ് കൺട്രോൾസ് ആയിട്ട് നമ്മുടെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ കൺവേർഷൻ മിററാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സൺഗ്ലാസ് ഹോൾഡറിൻ്റെ അവിടെ കൺവേർഷൻ മിററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് രണ്ട് ബോത്ത് സൺവൈസ് വിത്ത് വാൻറ്റി മിറർ ആൻഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വെയിലടിക്കുമ്പോൾ നമുക്ക് താഴത്ത് കണ്ണാടി ചീകുമുടിയൊക്കെ ചില്ലടിക്കാം. അപ്പർ ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലോവർ ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് എന്ന് വെച്ചാൽ ലോവറാണ്, അപ്പറും ഉണ്ട് ലോവറും ഉണ്ട്. 1 ടച്ച് റിയർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിൻ്റെ കാര്യമാണ്. 1 ടച്ച് റിയർ ഡോറാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത്. ഒറ്റൊരു ടച്ചിനോട് തുറക്കും. സെക്കൻഡ് റോ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ആംറസ്റ്റ് ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. നല്ലതാണ്. പിന്നെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത് വണ്ടിയിൽ. പിന്നെ ബാക്കിൽ ലഗേജ് ഹുക്ക് ഉണ്ട്. ലഗേജ് ഹുക്കെന്ന് വെച്ചാൽ നമ്മൾ ബാഗ് വണ്ടി തൂക്കിയിടാനായിട്ടുള്ള ഹുക്കുണ്ട്. ഡ്യുവൽ റിയൽ കപ്പ് ഹോൾഡേഴ്സ് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ കപ്പ് ഹോൾഡേഴ്സ് ബാക്ക് സീറ്റാണ്, ഫ്രണ്ട് അല്ല ബാക്കാണ്. USB പോർട്ട് ആൻഡ് 220 വോൾട്ട് ലാപ്ടോപ്പ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ പറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയർ സ്റ്റോറേജ് ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് റിയർ സ്റ്റോറേജ് ട്രേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ റൂഫ് മൗണ്ടഡ് AC വെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് കൺട്രോൾസ്. ബാക്കിലും AC നമ്മൾക്ക് കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും. സൺറൂഫ് ഡ്യുവൽ ഇലക്ട്രിക് സൺറൂഫ് ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ഇലക്ട്രിക് സൺറൂഫ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റാൻഡ് അപ്പ് സെക്കൻഡ് റോ സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണിട്ട് നിൽക്കാൻ പറ്റും. സ്റ്റാൻഡ് അപ്പ് എന്ന് വെച്ചാൽ തേർഡ് റോ സീറ്റ്സ് വിത്ത് അഡ്ജസ്റ്റബിൾ ആംറസ്റ്റ് ആണ്. 3 അഡ്ജസ്റ്റബിൾ ആംറസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 സ്പീക്കേഴ്സ് 2 ട്വിറ്റേഴ്സ് ഓഡിയോ സിസ്റ്റം വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ റിയർ കപ്പ് ഹോൾഡേഴ്സ് ആൻഡ് USB പവർ ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട് ബാക്ക് സീറ്റിലെ സൈഡിൽ. പിന്നെ നമ്മുടെ സെക്കൻഡ് ആൻഡ് തേർഡ് റോ സൺഷൈഡ് കട്ടൻസ് കൊടുക്കുന്നുണ്ട്. വെയിൽ അടിക്കാതിരിക്കാനായിട്ട് പൊക്കാനായിട്ട് സൺഷൈഡ് കട്ടനും കൊടുക്കുന്നുണ്ട്. റൂഫ് മൗണ്ടഡ് AC വെൻസ് ഫോർ തേർഡ് റോയിലും റൂഫ് മൗണ്ടഡ് AC വെൻസ് കൊടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ബൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബൂട്ട് ലിഡ് ക്ലാഡിങ് എന്ന് കൊടുത്തിരിക്കുന്ന വണ്ടിയിൽ. 540 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. 540 ലിറ്റർ ഓഫ് ബൂട്ട് സ്പേസ് വണ്ടി കൊടുത്തിരിക്കുന്നത്. സ്മാർട്ട് ഫോർഡ് തേർഡ് റോ ഫോർ ഫ്ലാറ്റ് ഫ്ലോർ സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലെ സീറ്റ് ഫോൾഡ് ചെയ്ത് വെക്കാം. മാസിഫ് 275 ലിറ്റർ മാക്സിമം സ്റ്റോറേജ് സ്പേസ്. ആ സീറ്റും കൂടെ താത്തിയാൽ നമുക്ക് മാക്സിമം സ്റ്റോറേജ് സ്പേസ്. 12 വാട്ട് ചാർജിങ് സോക്കറ്റ് കിട്ടും. വേറെ 12 വാട്ട് ചാർജിങ് സോക്കറ്റ് കിട്ടും നമുക്ക് വണ്ടിയിൽ. ഓട്ടോമാറ്റിക് നമ്മുടെ MG ഹെക്ടറിലൊക്കെ കാണുന്ന പവേർഡ് ടെയിൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. MG ഹെക്ടറിലൊക്കെ കാണുന്ന പോലെ പവേർഡ് ടെയിൽ ഗേറ്റ് ആണ് വണ്ടിയിൽ ലഭിക്കുന്നത്. ലെന്ത് ഇൻറ്റു വെർത്ത് ഇൻറ്റു ഹൈറ്റ് 5115 ഇൻറ്റു 185 ഇൻറ്റു 1755 ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വെർത്തും ലെന്തും ആണ് മുമ്പ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഓപ്ഷൻസ് ഡീസൽ എൻജിനാണ് വരുന്നത്. എൻജിൻ 2.2 ലിറ്റർ 4 സിലിണ്ടർ CRDI BS6 എൻജിൻ. പവർ 200 PS and 3800 RPM. ടോർക്ക് 440 Newton at 1500 to 275 RPM. Mileage 13.9 kmpl. Fuel tank 60 liters of fuel tank. Spacious ആണ് വണ്ടി നല്ല ഇഷ്ടപ്പെട്ടു. സോ ഓൺ റോഡ് പ്രൈസ് പ്രീമിയം 7 സീറ്റർ 30 lakhs ആണ് വരുന്നത്. പ്രീമിയം 8 സീറ്റർ 30.59 lakhs.
Prestige 7-seater 35.16 lakhs, Prestige 9-seater 36.37 lakhs, Luminous 7-seater 41.18 lakhs ആണ് വണ്ടിയുടെ പ്രൈസ് നമുക്ക് പറയാൻ വേണ്ടി ഡോൺ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ അവസാനിക്കും. എന്തൊക്കെ ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.